നീയൊക്കെ എന്താടാ ചെയ്യാൻ പോകുന്നത്? കിഡ്നാപ്പിംഗ്. അമൃതേച്ചിയെ നാളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. ഒരാളെ കിഡ്നാപ്പ് ചെയ്യാൻ അയാളുടെ സമ്മതം ആവശ്യമില്ലല്ലോ. ജോ ഓവറാക്കല്ലേ. ജോ ഈ കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ അത് പിന്നെ ആദി, നീ ഒന്നുകൂടി ടെൻഷൻ ആവണ്ട. എല്ലാം ഞങ്ങൾ നല്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അമൃതേച്ചി നാളെ മണ്ഡപത്തിൽ ഉണ്ടാവില്ല. എടാ, നാളത്തെ ഒരൊറ്റ ദിവസത്തോടെ നീയും അമൃതേച്ചി ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അളിയാ, നോ കൺഫ്യൂഷൻ, ഫുൾ സെറ്റാ. ആദി, നമ്മളിങ്ങനെ മാറി നിന്ന മുത്തശ്ശന് ഡൗട്ട് അടിക്കും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ വാ. കിട്ടിയോ? കിട്ടി. ജോത്സ്യൻ എന്തു പറഞ്ഞു? ജനിച്ച ദിവസവും സമയം അറിയാതെ കൃത്യമായിട്ട് ജാതകം എഴുതാൻ പറ്റില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ മാളുവിന് നമുക്ക് കിട്ടിയ ദിവസം ജനിച്ച ദിവസമായിട്ട് വെച്ചു. കുമാറിന്റെ വീട്ടുകാർ ജാതകം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നു. ഇനി അവര് ചോദിച്ചാ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ ജാതകം. രണ്ടുപേരും കൂടെ എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നേ? ഇത് നിന്റെ പുതിയ ജാതകം മോളെ. അല്ല മോളെ, പുതിയെന്ന് പറഞ്ഞാൽ പഴയ ജാതകം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒന്നുകൂടെ പൂജിച്ചതാ മോളെ. അതിനാ ഇവളീ പറയുന്നത്. ആണോ? ആ. ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതവും എനിക്ക് ജീവിക്കേണ്ടി വരുന്ന ജീവിതവും ഈ രണ്ടിനും ഇടയിലുള്ള ദൂരമാണ് എന്നെ തോൽപ്പിച്ചത്.
ചേച്ചി ചേച്ചി വിളിക്കണോ ചേച്ചി? ചേച്ചി ചേച്ചി എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് കൂട്ടരുത്. ചേച്ചിക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ സ്വപ്നം കണ്ടു. അതാ ഞാൻ ഓടി വന്നത്. എനിക്കിതിൽ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാ ആദി? അങ്ങനെ പറയല്ലേ ചേച്ചി. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എൻഗേജ്മെന്റ് കഴിഞ്ഞു, നാളെ കല്യാണവും നടക്കും. തീർന്നു, എന്റെ ലൈഫ് തീർന്നു. ചേച്ചി എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇനിയും സമയമുണ്ട്. ഈ കല്യാണം നടക്കില്ല. എന്തിനാ ആദി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്നേ? നാളെ കതിർ മണ്ഡപത്തില് ശ്രീനാഥിന് മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്ക. അത്രയല്ലേ എനിക്കിനി ചെയ്യാനുള്ളൂ. ചേച്ചി ചേച്ചി എന്നൊന്ന് വിശ്വസിക്ക്. നാളെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ചേച്ചിക്കെല്ലാം മനസ്സിലാവും. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നാളെ ശ്രീനാഥിന്റെയും ചേച്ചിയുടെയും വിവാഹം നടക്കില്ല. ആ വിവാഹം നടക്കണമെങ്കിൽ ചേച്ചി അവിടെ ഈ കല്യാണം നടക്കില്ല, മുടങ്ങും. അതെങ്ങനെയാണെന്ന് ചേച്ചിയോട് ഇപ്പൊ പറയാൻ എനിക്ക് കഴിയില്ല. ചേച്ചി സമാധാനമായിട്ട് കിടന്നു. ആദി, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. നാളെ ഈ കല്യാണം നടക്കില്ല. ചേച്ചി ഇപ്പൊ അത്ര മാത്രം അറിഞ്ഞാൽ മതി.